ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ലോണം പഴുത്തിട്ടുള്ള 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നല്ലോണം ഒന്ന് ഉടച്ചുകൂടെ എടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് നേന്ത്രപ്പഴം എടുക്കാം, പിന്നെ കദളിപ്പഴം, ചെറുപഴം, പാളയംകോടൻ പഴമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കാവുന്നതാണ്. പഴം എടുക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മിക്സിയിലൊന്നും ഇട്ടിട്ട് അടിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ചൂട് കട്ടിയായിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൂടെ എടുക്കാം. പഴം ചേർത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് റവയാണ്. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. റവ എടുക്കുമ്പോൾ നമുക്ക് വറുത്ത റവയോ അതല്ലെങ്കിൽ വറുക്കാത്ത റവയോ എടുക്കാവുന്നതാണ്. ഇത് വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ എടുക്കാം. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 കപ്പ് പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പാലൊന്ന് വറ്റി വരുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് നല്ലൊരു തിക്ക് പരുവത്തിൽ ആവുന്നത് വരയ്ക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ നല്ലോണം കട്ടകളൊക്കെ ഉണ്ടാവും കേട്ടോ, പഴത്തിൻ്റെയും റവയുടെയൊക്കെ ആ ഒരു കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം വേണം ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഇനി ഇത് കുറച്ച് നേരം നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴേക്കും ഇതിലത്തെ പാലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറ്റിയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം പിന്നെ നമുക്കിത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അധികം നേരം ഒന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരമൊക്കെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ ഉരുളകളാക്കിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉരുട്ടിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാതും ഞാനിവിടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണുണ്ട്. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കുഴിയിലോട്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നെയ്യ് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു നെയ്യ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി എണ്ണ വേണമെന്നൊന്നുമില്ല, എല്ലാതും കൂടെ ഒരു പാനിലിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ നെയ്യോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താലും മതി. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്